ഞാൻ ഡോക്ടർ റോസ്മേരി, അഹല്യ ഐ ഹോസ്പിറ്റൽ പട്ടാമ്പിയിലെ കൺസൾട്ടന്റ് ഒഫ്താൽമോളജിസ്റ്റ്. ഇന്ന് ഈ വീഡിയോ എടുക്കുന്നതിന്റെ പ്രധാന കാരണം, ഈ അടുത്ത് എനിക്ക് എൻ്റെ ആൻറ്റിയുടെ അമ്മായിയുടെ ഒരു ഫോൺ കോൾ വന്നു. എൻ്റെ കൊച്ചെ, ആ കൗൺസിലർ 1,00,000 രൂപ മുതൽ ഇങ്ങോട്ട് ലേലം വിളി പോലെ കുറെ ലെൻസുകൾ അങ്ങ് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. നീ പറ കൊച്ചെ, ഞാൻ ഏത് ലെൻസ് ഇടണം എന്നുള്ളത്. കഥ ഇതാണ്. അമ്മായിക്ക് തിമിരമുണ്ട്. അങ്ങ് തെക്കൻ ജില്ലയിൽ കിടക്കുന്ന ആൾ എൻ്റെ അടുത്ത് വരണ്ടല്ലോ എന്നുള്ളതുകൊണ്ട് എൻ്റെ അടുത്തുള്ള കൊളീഗിന് ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു. സർജറിക്ക് ചെന്ന് പേഷ്യന്റ് എടുക്കേണ്ട തീരുമാനമാണ് തിമിരം സർജറി കഴിഞ്ഞ് പകരം ഏത് ലെൻസ് ഇടണം എന്നുള്ളത്. ആ ഇൻട്രാ ഓക്കുലാർ ലെൻസ് തീരുമാനിക്കാൻ അമ്മായിക്ക് പറ്റുന്നില്ല. അങ്ങനെയാണ് എനിക്ക് കോൾ വന്നത്. മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, 1980 തൊട്ട് തിമിരം സർജറിക്ക് ശേഷം ലെൻസ് ഇടുക എന്നുള്ളത് നിലവിൽ വന്നെങ്കിലും എല്ലാ വർഷവും ശാസ്ത്രം പുരോഗമിക്കുന്നതിനനുസരിച്ച് പുതിയ പുതിയ ലെൻസുകൾ മാർക്കറ്റിൽ ഇറങ്ങുന്നു. ഞങ്ങൾ തന്നെയും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള 4 പ്രധാന തരം ലെൻസുകളാണ് തിമിരം സർജറിക്ക് ശേഷം നമ്മൾ ഓഫർ ചെയ്യുന്നത്. തിമിരം നീക്കി കഴിഞ്ഞ് പകരം നമ്മൾ ഒരു ഇൻട്രാ ഓക്കുലാർ ലെൻസ് കണ്ണിലിടുന്നു. ഒന്നാമത്തെ മോണോഫോക്കൽ ലെൻസുകൾ. മോണോഫോക്കൽ ലെൻസുകൾ നിങ്ങളുടെ ദീർഘദൂര കാഴ്ചയ്ക്ക് സഹായിക്കുന്നു. ദൂരെ ഗേറ്റിന് അവിടെ ഒരാൾ വരുന്നു, നിങ്ങൾക്ക് കാണാം. സ്റ്റേജ് ഷോ, ട്രാഫിക് സിഗ്നൽസ്, അതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയി കാണാം. പക്ഷെ ഇടത്തര വിഷൻ, അടുത്ത കാഴ്ച, അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് കണ്ണടകൾ ഉപയോഗിക്കേണ്ടി വരും. രണ്ടാമത്തെ കാറ്റഗറി ലെൻസുകളാണ് അഡ്വാൻസ്ഡ് മോണോഫോക്കൽ ലെൻസുകൾ. അഡ്വാൻസ്ഡ് മോണോഫോക്കൽ ലെൻസുകളിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ദൂരക്കാഴ്ച ക്ലിയർ ആയി വരുന്നു, ഇടത്തരം കാഴ്ചയും ക്ലിയർ ആയി വരുന്നു. ഉദാഹരണം, ഡ്രൈവിംഗ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ട്രാഫിക് സിഗ്നലും ക്ലിയർ ആയി കാണാം. ഇടയിൽ ഒരു ആള് നടന്നു പോകുന്നത്, ഡാഷ് ബോർഡിന് ഒരു സംഭവം എടുക്കണമെങ്കിൽ, അടുക്കളയിൽ കറിക്കരിയുമ്പോൾ അരിയുന്നത് കാണണമെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണാം. പക്ഷേ അടുത്ത കാഴ്ച വായിക്കാൻ നമുക്ക് ഒരു കണ്ണട വെക്കേണ്ടി വന്നേക്കാം. ഈ പറഞ്ഞ അഡ്വാൻസ്ഡ് മോണോഫോക്കൽ ലെൻസ് 2 കണ്ണിലും വിട്ട് കഴിഞ്ഞാൽ ഇടത്തര ദൂരം, അത്യാവശ്യം 66 സെന്റിമീറ്റർ നമ്മളൊന്ന് വിട്ടുപിടിച്ചാൽ നമുക്കൊരു പത്രത്തിന്റെ ഹെഡ്ലൈന്, ഫോണിന്റെ ഫോണ്ട് ഒക്കെ ഒന്ന് വലുതാക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. മൂന്നാമത്തെ കാറ്റഗറി ഓഫ് ലെൻസസ് ആണ് ഇഡോഫ് ലെൻസസ്, എക്സ്റ്റെൻഡഡ് ഡെപ്ത് ഓഫ് ഫോക്കസ് ലെൻസുകൾ. ഇഡോഫ് ലെൻസുകൾ ദൂരം തൊട്ട് അടുത്ത് 40 സെന്റിമീറ്റർ വരെ ഒരു തുടർച്ചയായ ഒരു കാഴ്ച, ഒരു കണ്ടിന്യൂസ് റേഞ്ച് ഓഫ് വിഷൻ നിങ്ങൾക്ക് തരുന്നു. ദൂരെ ട്രാഫിക് സിഗ്നൽസ് കാണാം, ഇടയിൽ ഒരാൾ നടന്നു പോകുന്നത് കാണാം, കറിക്കരിയാൻ കാണാം, സിസ്റ്റം യൂസ് ചെയ്യാൻ കാണാം. അത്യാവശ്യം 40 സെന്റിമീറ്റർ വരെ പത്രത്തിന്റെ ഒരു 2 ഹെഡ്ലൈൻസ്, ഫോണ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഈ അടുത്ത കാഴ്ച, ചെറിയ പ്രിന്റ് വായിക്കാൻ ഒരു കണ്ണട വേണ്ടി വന്നേക്കാം. ബാക്കിയെല്ലാം ഒരുവിധം 40 സെന്റിമീറ്റർ വരെ കണ്ണട ഇല്ലാണ്ട് നിങ്ങൾക്ക് കിട്ടും. ഈ ഫോണൊക്കെ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റിയുടെ ഭാഗമായി വന്നതോട് കൂടിയിട്ടാണ് ഇഡോഫ് ലെൻസുകളൊക്കെ ഒത്തിരി നമുക്ക് സർജറിക്ക് വേണ്ടി മൂവ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. നാലാമത്തെ കാറ്റഗറി ഓഫ് ലെൻസസ് ആണ് മൾട്ടിഫോക്കൽ ലെൻസുകൾ. മൾട്ടിഫോക്കൽ ലെൻസുകൾ നിങ്ങൾക്ക് എല്ലാ റേഞ്ച് ഓഫ് വിഷനും, ദൂരം, ഇടത്തരം, അടുത്ത് എല്ലാം കണ്ണട ഇല്ലാണ്ട് ക്ലിയർ ആയി കിട്ടും. വായിക്കാനും കണ്ണട ഇല്ലാണ്ട് കിട്ടും. അങ്ങനെ കണ്ണട ഒഴിവാക്കാം എന്നുള്ളൊരു അഡ്വർടൈസ്മെന്റോട് വരുന്ന ലെൻസസ് ആണ് ഈ മൾട്ടിഫോക്കൽ ലെൻസുകൾ. ഇവിടെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, കണ്ണട ഇല്ലാണ്ട് ഫുൾ കാഴ്ച ക്ലിയർ ആയി തരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അയ്യോലും മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി ആഗ്രഹിക്കുന്നു. 100% പെർഫെക്ഷൻ ഒക്കെ എല്ലാ ഘട്ടത്തിലും ഉണ്ടാവണം എന്നില്ല. ഒരു കാര്യം കൂടി പറയാനുള്ളത്, മൾട്ടിഫോക്കൽ ലെൻസുകളിൽ റിങ്ങുകളുണ്ട്. ഈ റിങ്ങുകൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ എല്ലാ ദൂരവും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത്. ഈ റിങ്ങുകൾ ഉള്ളത് കൊണ്ട് തന്നെയും മൾട്ടിഫോക്കൽ ലെൻസസ് ഇട്ടവര് രാത്രി വണ്ടി ഓടിക്കാൻ പുറത്തു പോകുമ്പോൾ, രാത്രി കാലത്തൊക്കെ ഒത്തിരി പുറത്തു പോകുന്നവരാണെങ്കിൽ രാത്രി ലൈറ്റുകളുടെ ചുറ്റും ഒരു പ്രഭാവലയം പോലെ, ഒരു ഗ്ലെയർ പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. അങ്ങനെ രാത്രി ഓടിക്കേണ്ടി വരാത്ത പേഷ്യൻസ് ആണ്, നമുക്ക് കണ്ണടയൊക്കെ എപ്പോഴും കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിഫോക്കൽ ലെൻസസ് ഒരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ ഇതാണ് മെയിൻലി 4 ടൈപ്പ് ഓഫ് ലെൻസസ്. മോണോഫോക്കൽ ലെൻസ് ദീർഘദൂര കാഴ്ച ക്ലിയർ ആയി കിട്ടും, ഇടത്തരവും അടുത്തതിനും കണ്ണട വെക്കേണ്ടി വരും. അഡ്വാൻസ്ഡ് മോണോഫോക്കൽ ദൂരവും 66 സെന്റിമീറ്റർ, ഇടത്തരവും വരെ നമുക്ക് ഒരുവിധം ക്ലിയർ ആയി കിട്ടും, അടുത്ത കാഴ്ചയ്ക്ക് കണ്ണട വെക്കേണ്ടി വന്നേക്കാം. ഇഡോഫ് ലെൻസുകൾ ദൂരം ഒരു 40 സെന്റിമീറ്റർ വരെയും ഒരുവിധം ഒക്കെ കിട്ടും, ഫൈൻ പ്രിന്റിന് കണ്ണട വെക്കേണ്ടി വരും. മൾട്ടിഫോക്കൽ ലെൻസുകളാണ് കണ്ണട ഒഴിവാക്കി ഒരുവിധം എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് കണ്ണട ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ലെൻസുകൾ.
ഇതൊന്നും കൂടാണ്ട് ചിലർക്കെങ്കിലും ഒരു തീരുമാനം കൂടി എടുക്കേണ്ടി വന്നേക്കാം, ടോറിക് ലെൻസ് വേണോ വേണ്ടിയോ എന്നുള്ളത്. എല്ലാവർക്കും ഇല്ല, ചിലർക്കെങ്കിലും നമ്മൾ ആ IOLന്റെ മെഷർമെന്റ്സ് ഒക്കെ എടുത്തു കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ചോദിക്കും ടോറിക് ലെൻസ് നല്ലതായിരിക്കും വേണോ എന്നുള്ളത്. അതെന്തിനാണെന്ന് വെച്ചാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കണ്ണിന്റെ മുൻവശത്ത് കൃഷ്ണമണി, നേത്രപടലം, കോർണിയ ഉണ്ട്. കോർണിയയിലൂടെ പ്രകാശം കടക്കുന്നു, ലെൻസിലൂടെ പ്രകാശം കടക്കുന്നു, റെറ്റിനയിൽ എത്തുന്നു, നമ്മൾ കാണുന്നു. ചിലരുടെ ഈ കോർണിയയ്ക്ക് നമ്മൾ മെഷർമെന്റ്സ് എടുക്കുമ്പോൾ അതിന്റെ ഒരു വളവ് അല്ലെങ്കിൽ ഒരു അപാകത ഉണ്ടാകാം. അപ്പൊ ആ കണക്കിന് ഒരു പരിധി വിട്ട് അപാകത വരുമ്പോൾ ഈ ലൈറ്റ് പാസ് ചെയ്യുന്നത് കറക്റ്റ് ആവില്ല. അപ്പൊ നമ്മൾ ഏത് ലെൻസ് ഇട്ടാലും ഈ കോർണിയയുടെ ഈ ഒരു വളവ്, ആസ്റ്റിഗ്മാറ്റിസ് എന്ന് പറയും, കോർണിയയുടെ ആസ്റ്റിഗ്മാറ്റിസം കാരണം കാണുന്ന ഇമേജ് അത്ര ഷാർപ്പും ക്ലിയറും ആവില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മളൊരു ഓപ്ഷൻ കൊടുക്കും. സർജറി ചെയ്യുന്ന സമയത്ത് ഈ കോർണിയയുടെ വളവിന് അല്ലെങ്കിൽ അപാകതയ്ക്ക് ആനുപാതികമായ ഒരു ലെൻസ് കണ്ണിനകത്ത് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കാണുന്ന ഇമേജ് ഒന്നും കൂടി ഷാർപ്പർ ആൻഡ് ക്ലിയറർ ആവും. ഇത് മേൽ പറഞ്ഞ മോണോഫോക്കൽ, അഡ്വാൻസ്ഡ് മോണോഫോക്കൽ, ഈ ഡോഫ്, മൾട്ടിഫോക്കൽ, ഇത് ഏത് ലെൻസ് ഇടുമ്പോഴും ഈ കോർണിയയ്ക്ക് ഒരു അപാകത ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഒരു ടോറിക് ഇട്ടാൽ നിങ്ങൾ കാണുന്ന ഇമേജ് നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് കിട്ടും. അതാണ് ചിലർക്കെങ്കിലും ടോറിക് ഓപ്ഷൻ നമ്മൾ ഓഫർ ചെയ്യുന്ന ഒരു കാര്യം. ആരോഗ്യമുള്ള കണ്ണിലെ ലെൻസ് ഏതിട്ടാലും കാഴ്ച തെളിയുള്ളൂ. നിങ്ങളുടെ കോർണിയ ക്ലിയർ ആയിരിക്കണം, പുറകിൽ ഫോക്കസ് ചെയ്യുന്ന റെറ്റിനയും നോർമൽ ആയിരിക്കണം. എന്നാലാണ് ഈ പ്രകാശം കടന്ന് നമുക്ക് നല്ല കാഴ്ച പേഷ്യന്റിന് തരാൻ പറ്റുള്ളൂ. ഈ വീഡിയോ ഇടുന്നതിന്റെ ഒരു ഉദ്ദേശം കൂടി എന്താണെന്ന് വെച്ചാൽ, തിമിരം സർജറി സമയത്ത് ഇടുന്ന ലെൻസ് ഒരിക്കൽ മാത്രം ഇടുന്ന ഒരു പ്രൊസീജിയറാണ്. നല്ലവണ്ണം ആലോചിച്ച് ഏത് ലെൻസ് വേണമെന്ന് തീരുമാനം എടുത്തിട്ട് വരിക. കാരണം ഒരു മാസം കഴിഞ്ഞിട്ട് എനിക്ക് ഈ ലെൻസ് പോരാ, വേറെ ലെൻസ് വേണം, ഇപ്പൊ എനിക്ക് ഒന്നും കൂടി പൈസയുണ്ട്, ലെൻസ് മാറ്റിയിടണം എന്ന് പറഞ്ഞാൽ അങ്ങനെ മാറ്റിയിടുന്നത് ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ അല്ല. ഇടുന്ന ലെൻസ് ലൈഫ് ലോങ് അവിടെ ഇരിക്കാൻ, ജീവിതകാലം മുഴുവൻ ഇരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൊരു ലെൻസാണ്. അതിന് വേറെ എക്സ്പയറി ഡേറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നല്ലവണ്ണം ആലോചിച്ച് തീരുമാനം എടുത്തിട്ട് വരാം. അഹല്യ ഐ ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ എടുത്ത ഈ ഒരു വീഡിയോ തിമിരം സർജറിക്ക് വരുന്ന നിങ്ങൾ എല്ലാവരെയും ഒരു തീരുമാനത്തിലെത്താൻ തീർച്ചയായും സഹായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.